ഈ പ്ലാസ്റ്റിക് കവറുകൾ എവിടെ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്? അവിടെ നിന്ന് നിരോധനം വരട്ടെ. ഈ പ്ലാസ്റ്റിക് കവറുകൾ ഉത്പാദിപ്പിച്ച് വിടുന്നതുകൊണ്ടാണല്ലോ ചെറുകിട കച്ചവടക്കാർ വാങ്ങിക്കുന്നത്. ഇന്നലെ ഫ്രൂട്ട്സ് കടകളിലും ചെറിയ ഹോട്ടലുകളിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞാൽ 5000 രൂപ പെറ്റിയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അവർക്ക് ആകെ ഒരു 10000 രൂപ കച്ചവടം നടക്കും. അവർക്ക് എങ്ങനെ ഇത് മുതലാക്കി എടുക്കാൻ പറ്റും? ഇന്നലെ മുതൽ അത് മുഴുവൻ വ്യാപകമായിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകൾ നിരോധിക്കുന്നത് ശരി തന്നെയാണ്. ഇതിനൊക്കെ മാനുഫാക്ചറിംഗ് ലൈസൻസ് കൊടുത്ത ആരാണ്? ഗവൺമെന്റ് ലൈസൻസോട് കൂടി ആയിരിക്കുമല്ലോ ഈ പ്ലാസ്റ്റിക് കവറുകൾ ഉത്പാദിപ്പിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്നത്. ഫാക്ടറീസ് ആയിരുന്നാലും ചെറിയ യൂണിറ്റുകളായിരുന്നാലും അതൊന്നും ആൾക്കാർ അറിയില്ലേ? ജനങ്ങൾ അറിയില്ലേ? പഞ്ചായത്ത് അറിയില്ലേ? കോർപ്പറേഷൻ അറിയില്ലേ? അപ്പോൾ അവിടെ നിന്നല്ലേ നിരോധനം വരേണ്ടത്. അതിൽ നിരോധനം വരുന്നത് അവിടെ നിന്നാണ്, സ്റ്റാർട്ടിംഗ് നിന്നാണ്. ഇപ്പൊ കഞ്ചാവും ലഹരിയും മദ്യവും എല്ലാം ഇറക്കി വിടുകയും അത് ജനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്, അതെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഹസനമാണ്. 5000 രൂപ പെറ്റിയാണ് അവർക്ക് ഇറക്കി കൊടുത്തിരിക്കുന്നത്. ശരി, ഓക്കെ, നമ്മളായിരുന്നാലും പ്ലാസ്റ്റിക് കവറുകൾ പോയി വാങ്ങിക്കുന്നുണ്ട് സാധനങ്ങൾ. അത് നേരെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അത് ഹരിതകർമ്മ സേനയ്ക്ക് നമ്മളത് വൃത്തിയാക്കി കൊടുക്കുകയാണ്. അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ മുതലേ ക്ലിയർ ചെയ്യണ്ടേ? അപ്പോൾ വലിയ കൂടിയ കവറുകൾ വെച്ചിട്ട് കച്ചവടക്കാർക്ക് അത് മുതലായി ചെയ്യാനും പറ്റത്തില്ല. ഇനി പഴയതുപോലെ ഇലയിലോട്ടോ അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞൊരു സമ്പ്രദായത്തിലൂടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതോട്ടങ്ങ് ലയിച്ച് കഴിഞ്ഞു. ഇപ്പോൾ പേപ്പർ കപ്പ് വരെ പിടിച്ചെടുത്തു. പേപ്പർ കപ്പിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അത് ആർക്കും അറിയില്ല. ഈ പേപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്ന സംഭവങ്ങളെല്ലാം അതിനകത്തൊരു പ്ലാസ്റ്റിക് ലെയറിംഗ് ഉണ്ട്, ഒരു വാക്സിൻ്റെ ഒരു ലെയറിംഗ് ഉണ്ട്. അതുവരെ പിടിച്ചെടുത്തു എന്നുള്ള പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈസൻസ് ഇല്ലാതെ ഇതൊന്നും ഈ ഒരു കമ്പനികളോ ഒരു ഫാക്ടറീസോ ഔട്ട്ലെറ്റുകളോ ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ അതിനൊക്കെ ലൈസൻസ് കൊടുത്ത് ഇതെല്ലാം ഉത്പാദിപ്പിച്ച് വിട്ടതിന് ശേഷം നമ്മളതെല്ലാം ഉത്പാദിപ്പിച്ചു കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പിടിച്ചെടുക്കാം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ എന്ന് പലരിൽ നിന്ന് കേട്ട ഇന്നലെ ഇന്നുമായിട്ട് കേട്ട ആ ഒരു ബുദ്ധിമുട്ടുകൾ, അവർ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കേട്ടിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇതിന്റെ എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് അവിടെ നിന്ന് നിർത്തലാക്കി വരിക. അത് കഞ്ചാവായിരുന്നാലും മദ്യമായിരുന്നാലും ഏത് ലഹരിയായിരുന്നാലും ഇത് എവിടെയാണ് ഉത്പാദിപ്പിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ആൾക്കാരിലോട്ട് എത്തില്ല. അവർ ആ ബദൽ മാർഗം കണ്ടെത്തിക്കോളൂ. അല്ലെങ്കിൽ ഗവൺമെന്റ് സർക്കാർ ബദൽ മാർഗം നമുക്ക് തരണം. ഇതിനകത്ത് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും കാണരുത് കേട്ടോ. ദൈവം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുജനത്തിൽ നിന്നുള്ള അഭിപ്രായമാണ്. ഇത് ഏത് സർക്കാർ വന്നിരുന്നാലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് പറയാനുള്ളൊരു കാരണവും. 5000 രൂപ കൊണ്ട് പെറ്റിയുടെ ചായപ്പടം 10000 കച്ചവടം നടക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇത്? അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുക, വലിയ തുണിസഞ്ചികൾ കാറിൽ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക, സാധനങ്ങൾ വാങ്ങിക്കുക, അതേ നടക്കത്തുള്ളൂ. എന്തെങ്കിലും ബദൽ മാർഗ്ഗങ്ങൾ കൊണ്ടുവരിക. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രതിഭാസം അല്ലെങ്കിൽ പ്രഹസനം പോലെ കുറച്ച് വെറ്റിയടിച്ച് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അല്ലേ? ശരിയല്ലേ? പ്രതികരിക്കേണ്ടതൊക്കെ